ഇന്നത്തെ ബ്രൈഡിന്റെ വീട് ശാർക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലമൊക്കെ കണ്ടാണ് ബ്രൈഡിന്റെ വീട്ടിലെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു സ്ഥലം വരെ പോവേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ മെഹന്തിയുടെ കുറച്ച് നേരത്തെ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ യാതൊരുവിധ മടിയും ഇല്ലാതെ ആടാ വന്നോ എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ഉറക്കം കളയാനും അവർ നമുക്ക് തയ്യാറാവുന്നില്ലേ, അതിൽപ്പോ എന്ത് സന്തോഷം വേണോ അല്ലേ. ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രൈഡ് അഞ്ച്. ഒരു ക്യൂട്ട് ആനേനെ വരച്ചാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലോഗോ എവിടെയെങ്കിലും കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് ബ്രൈഡിന് ചൂസ് ചെയ്തത്. ബ്രൈഡ് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കൊരു ചെയ്തപ്പോൾ പാട്ടിഹേനയുടെ കാര്യം കൊണ്ട് ആള് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നായിരുന്നേ. നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മോളിരുന്ന് പഠിക്കുവാണെന്ന്. പഠിക്കുകയല്ല കേട്ടോ, ആളിന്റെ കയ്യിലിടേണ്ട മെഹന്തി ഡിസൈൻ ആള് തന്നെ വരയ്ക്കുവാണ്. വിരലിന്റെയൊക്കെ തുമ്പത്ത് ഇങ്ങനെ തൊപ്പി വെക്കൂല, അത് വരെ നല്ലവണ്ണം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് ഹാൻഡിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ടൈപ്പ് ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്ക്രോൾ ചെയ്ത് എടുത്തൊക്കെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെ ബാക്ക് ഹാൻഡിൽ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പാട്ടിഹേനെ ഒരു ചേച്ചിക്ക് ഞാൻ ചെയ്തു കൊടുത്തായിരുന്നേ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം കുറെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ഫോളോയും ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയും ഉടനെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.